അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണമായി പല സിദ്ധാന്തങ്ങളും ആദ്യ മണിക്കൂറുകൾ മുതൽ പുറത്തുവന്നുവെങ്കിലും ലഭ്യമായ വീഡിയോ ദൃശ്യങ്ങളുടെ വിശകലനങ്ങളിൽ നിന്നും ടേക്ക് ഓഫിനു ശേഷം 2 എഞ്ചിനുകളുടെയും ത്രസ്റ്റ് നഷ്ടമായതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന വാദത്തിനാണ് ആദ്യം മുതൽ മുൻതൂക്കം ലഭിച്ചത്. വളരെ താഴ്ന്നു പറക്കുന്ന വിമാനത്തിന്റെ വീഡിയോയിൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ട റാം എയർ ടർബൈൻ എന്ന രാറ്റ് അവ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ റാം എയർ ടർബൈൻ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ശബ്ദവും കേൾക്കാൻ കഴിയുന്നുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഈയൊരു കണ്ടെത്തലാണ് 2 എഞ്ചിനുകളുടെയും ത്രസ്റ്റ് നഷ്ടപ്പെട്ട അവസ്ഥയാണ് വിമാന ദുരന്തത്തിന് കാരണം എന്ന വാദം കൂടുതൽ സ്വീകാര്യമാക്കിയത്. എന്താണ് റാം എയർ ടർബൈൻ എന്നും അവയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നും എന്തു റോളാണ് അവയ്ക്ക് വിമാനങ്ങളിൽ ഉള്ളതെന്നും നിങ്ങൾക്ക് വിശദമാക്കിത്തരാൻ ശ്രമിക്കാം. ആധുനിക വിമാനങ്ങളിലെ ഇലക്ട്രിക്കൽ സിസ്റ്റംസും ഹൈഡ്രോളിക് സിസ്റ്റംസും പ്രവർത്തിപ്പിക്കുന്നത് സാധാരണ നിലയിൽ എഞ്ചിനുകളാണ്. എഞ്ചിനിൽ നിന്നുള്ള ആക്സറി ഡ്രൈവ് ഷാഫ്റ്റിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ആൾട്ടർനേറ്റർ ഇലക്ട്രിക്കൽ പവർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഹൈഡ്രോളിക് പമ്പുകൾ ഹൈഡ്രോളിക് പ്രഷർ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. വിമാനങ്ങളിലെ കമ്പ്യൂട്ടറുകൾ, മോട്ടോറുകൾ, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ സംവിധാനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കാൻ ഇലക്ട്രിക്കൽ പവർ വേണം. ഇലക്ട്രിക് സിഗ്നലുകളുടെ നിയന്ത്രണത്തിൽ ഹൈഡ്രോളിക് പവർ ആണ് കൺട്രോൾ സർഫേസിലെയും ബ്രേക്കിലെയും അണ്ടർ ക്യാരിയേജിലെയും ആക്ച്വേറ്ററുകളെ പ്രവർത്തിപ്പിക്കുന്നത്. സുരക്ഷയ്ക്ക് വേണ്ടി ധാരാളം റിഡൻഡൻസികൾ ഉൾപ്പെടുത്തിയാണ് ഓരോ വിമാനവും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തെങ്കിലും കാരണം കൊണ്ട് വിമാനത്തിലെ പ്രധാന ഇലക്ട്രിക്കൽ സിസ്റ്റമോ ഹൈഡ്രോളിക് സിസ്റ്റമോ തകരാറിലായാൽ അതിന് ബാക്കപ്പായി പ്രവർത്തിക്കാൻ സംവിധാനങ്ങൾ ഉണ്ട്. ബാക്കപ്പ് ജനറേറ്ററുകളും ബാക്കപ്പ് ഇലക്ട്രിക്കൽ ബസുകളും എമർജൻസി ബാറ്ററിയും ഒക്കെ വിമാനങ്ങളിൽ ഉണ്ട്. എല്ലാ എഞ്ചിനുകളും പ്രവർത്തനം നിർത്തിയാലും അല്പനേരത്തേക്ക് ഇലക്ട്രിക്കൽ പവർ നൽകാൻ ബാറ്ററികൾക്ക് കഴിയും. ഇതുപയോഗിച്ച് വിമാനങ്ങളിലെ ഓക്സിലറി പവർ യൂണിറ്റ് പ്രവർത്തിപ്പിച്ച് ഇലക്ട്രിക്കൽ ആൻഡ് ഹൈഡ്രോളിക് പവർ റീസ്റ്റോർ ചെയ്യാൻ കഴിയുന്നതാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് അതിന് സാധിക്കാതെ വന്നാൽ പോലും വിമാനത്തെ നിയന്ത്രിക്കാനുള്ള മിനിമം ഹൈഡ്രോളിക് പവർ ഉൽപ്പാദിപ്പിക്കാനും കമ്മ്യൂണിക്കേഷനും നാവിഗേഷനും കൺട്രോളിനും വേണ്ടിയുള്ള അടിസ്ഥാന സിസ്റ്റംസ് പ്രവർത്തിക്കാനുമുള്ള പവർ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണം ആണ് റാറ്റ് എന്ന് വിളിക്കപ്പെടുന്ന റാം എയർ ടർബൈൻ. അടിയന്തര ഘട്ടങ്ങളിൽ ചലിക്കുന്ന വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഡിപ്ലോയ് ചെയ്യപ്പെടുന്ന ഒരു ടർബൈൻ ആണ് റാറ്റ്. വിമാനം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വായുപ്രവാഹം റാം എയർ ടർബൈനെ കറക്കുന്നു. ഈ ടർബൈനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഹൈഡ്രോളിക് പമ്പോ ഇലക്ട്രിക്കൽ ജനറേറ്ററോ അല്ലെങ്കിൽ അവ രണ്ടുമോ പവർ ഉൽപ്പാദിപ്പിച്ച് രക്ഷയ്ക്കെത്തുന്നു. റാം എയർ ടർബൈന്റെ പവർ ഔട്ട്പുട്ട് വിമാനത്തിന്റെ എയർ സ്പീഡുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് കൂടുതൽ വേഗതയിൽ പറന്നാൽ കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കാൻ അതിന് കഴിയുമെന്ന് സാരം. വിമാനത്തിലെ മെയിൻ ഇലക്ട്രിക്കൽ സിസ്റ്റമോ ഹൈഡ്രോളിക് സിസ്റ്റമോ തകരാറിൽ ആകുകയോ എല്ലാ എഞ്ചിനുകളും നിലച്ച അവസ്ഥ ഉണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ റാറ്റ് ഓട്ടോമാറ്റിക് ആയി ഡിപ്ലോയ് ചെയ്യപ്പെടും. ഇത് കൂടാതെ വേണമെങ്കിൽ പൈലറ്റിന്റെ നിയന്ത്രണത്തിലും റാറ്റ് ഡിപ്ലോയ്മെന്റ് നടത്താൻ കഴിയുന്നതാണ്. വലിയ വിമാനങ്ങളിൽ പവർ ഡിമാൻഡ് കൂടുതൽ ആയതിനാൽ വലിയ റാറ്റ് ആണുണ്ടാകുക. ഏറ്റവും വലിയ റാറ്റ് ടർബൈൻ എയർബസ് A380 ആണുള്ളത്. 1.63 മീറ്റർ ഡയമീറ്റർ ഉള്ള വമ്പൻ ടർബൈൻ ആണത്.